നമസ്കാരം. ഒരുവിധം എല്ലാ മീഡിയയും ഇന്നലെ കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട്ടിൽ നടന്ന ഈ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ പാവം വണ്ടി ഓടിച്ച ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണും എന്നല്ലേ വിചാരിക്കുള്ളൂ, അല്ലേ? ഓലയുടെ S1 Pro എന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് കേട്ടോ. വണ്ടി ഒരു ഓടയിലേക്ക് മുൻചക്രം ഇറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. മറിഞ്ഞു വീണിട്ടില്ല. മാത്രമല്ല വളരെ വലിയൊരു അപകടം നടന്നതായി വണ്ടിയുടെ കിടപ്പ് കണ്ടാൽ നമുക്ക് തോന്നുകയുമില്ല. പക്ഷെ 3 പേരാണ് ഈ ഒരു ആക്സിഡന്റിൽ മരിച്ചിരിക്കുന്നത്. അതും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ. സത്യം പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായും ആർക്കായാലും സംശയം തോന്നുന്ന ഒരു ആക്സിഡന്റ്. ഇത് ആക്സിഡന്റ് തന്നെയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതോ പിന്നിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയതാണോ എന്ന സംശയവും ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ പിന്നിൽ അറിയാതെ തട്ടിയതിന് ശേഷം വണ്ടി നിർത്താതെ പോകാനുള്ള സാധ്യതയെക്കുറിച്ചും ചിലർ പറയുന്നുണ്ട്. 3 പേര് ഓല ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ നിയന്ത്രണം വിട്ട് ആദ്യം പോസ്റ്റിൽ ഇടിക്കുകയും പിന്നീട് മതിലിൽ ഇടിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ പിറകിലെ ഭാഗം പൊളിഞ്ഞിരിക്കാൻ കാരണം എന്താണെന്നാണ് പലരുടെയും സംശയം. എന്തായാലും ഇതിന് ദൃക്സാക്ഷികളൊന്നുമില്ല. കാരണം സംഭവം നടക്കുന്നത് മാർച്ച് 18-ന്, അതായത് ഇന്നലെ പുലർച്ചെ 2 മണിയോട് അടുപ്പിച്ചാണ്. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതൊരു ഹൈവേയും ആയിരുന്നില്ല. ഒരു സ്കൂട്ടറിൽ 3 പേര് സഞ്ചരിക്കുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് മതിലിനോ പോസ്റ്റിനോ ഇടിച്ച് 3 പേര് മരണപ്പെടണമെങ്കിൽ വണ്ടി വളരെ ഹൈ സ്പീഡിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹൈ സ്പീഡിൽ ആണെങ്കിൽ ഒരു മതിലിനോ പോസ്റ്റിനോ ഇടിച്ചാൽ ഈ വണ്ടിയുടെ മുൻവശം മുഴുവനായിട്ടും തകർന്നിട്ടുണ്ടാവില്ലേ? 100% അത് തകർന്നിട്ടുണ്ടാവും. പക്ഷെ ഈ സ്കൂട്ടർ ആണെങ്കിൽ മറിഞ്ഞു വീണിട്ട് പോലുമില്ല. വണ്ടിയുടെ മുൻവശം പൂർണ്ണമായിട്ടും തകർന്നിട്ടുമില്ല. സ്കൂട്ടറിന്റെ പിൻവശം പൊളിഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മരണപ്പെട്ട നന്ദകിഷോറും അബിയാൻ റഹ്മാനും അഭിനവുമെല്ലാം മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ്. പുലർച്ചെ 1:30 മണിക്ക് ഇവർ എങ്ങോട്ട് പോകുന്നു എന്നുള്ള വളരെ അപ്രസക്തമായ ഒരു ചോദ്യം പലരും ചോദിക്കുന്നതായിട്ട് കേട്ടു. സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ 3 പേര് ഒരു വണ്ടിയിൽ, അതും ഹെൽമറ്റ് ഒന്നും ഇടാതെ സഞ്ചരിച്ച കാര്യം നിയമവിരുദ്ധമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുമെന്ന് തീർച്ചയാണ്. എന്തായാലും അവിടുത്തെ നാട്ടുകാർക്ക് ഈ ഒരു സംഭവത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിനകത്ത് വന്ന് കണ്ട കാഴ്ചയിൽ ഈ 2 വീലറിൻ്റെ പുറകിൽ പരിക്ക് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സഞ്ചരിച്ച് വരുന്ന 2 വീലറിൻ്റെ മുകളിലാണെങ്കിൽ ഇങ്ങനെ 3 പേർ അതേ സമയത്ത് മരിക്കുന്നതിൻ്റെ അത്രമാത്രം ഒരു വേഗത നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അതേസമയം ഇതിനകത്ത് ഒരു നനഞ്ഞ ഷർട്ട് കാണുന്നു. ആ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ മരിച്ചിട്ടുള്ള ഒരാൾ ആ സമയത്ത് ഉടുപ്പിട്ടിരുന്നില്ല. അപ്പം പിന്നെ തൊട്ടടുത്ത് കടൽ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എന്താണെന്നറിയാം. തൊട്ടടുത്തൊരു ഉത്സവത്തിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. ഇവർ മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്നാണ്. അവരവിടെ താമസിക്കുന്നതല്ല. നമ്മളവിടെ ഹോസ്റ്റലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുറത്ത് താമസിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുന്നു. കൊല്ലത്തും പാലക്കാടും ഒക്കെ ഉള്ള ഈ ഒരൊറ്റ കാരണത്താലാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഒരു വാഹനം ഇടിച്ചതായിരിക്കാം എന്ന് കാണുന്നത്. തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ വന്ന് അപ്പം 3 പേരും ഇവിടെ ചാലിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടിട്ടാണ് അവർ വന്നത്. 1:35. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലേ? അതെ. എപ്പോഴാ സംഭവം ഉണ്ടായത്? നിങ്ങളിത് ശബ്ദം കേട്ടിട്ടാ പുറത്തേക്ക് വന്നത്? അപ്പൊ നിങ്ങൾ ഇവിടെ എത്തുമ്പോ തന്നെ ഭയങ്കരമായിട്ട് മരിച്ചു. ആരാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്? നിങ്ങൾ ആരാ വിളിച്ചത്? വിളിച്ചത്. അപ്പം ആ സമയത്ത് ഇവിടെ വരുമ്പോ 3 ആളും മരിച്ചെടുക്കാം. ആംബുലൻസ് വിളിച്ചു. ഇതിവിടെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാറുള്ളൊരു ഏരിയയാണ്. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല.